ഹലോ, ഏവർക്കും VBY ITയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് SMD എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അവിടെ ഫസ്റ്റ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു റീവർക്ക് ആൻഡ് റിപ്പയർ കൺസെപ്റ്റ്. എന്താണ് റീവർക്ക്, അതുപോലെ തന്നെ എങ്ങനെയാണ് റിപ്പയർ എന്നുള്ളതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് പറയുന്നത് സോൾഡർ മാസ്ക് ആണ്. എന്താണ് സോൾഡർ മാസ്ക് എന്ന്? സോൾഡർ മാസ്ക് ഓർ സോൾഡർ സ്റ്റോപ്പ് മാസ്ക് ഓർ സോൾഡർ റെസിസ്റ്റ് ഈസ് എ തിൻ ലെയർ ഓഫ് polymer applied to the copper traces of a printed circuit board for protection against oxidation, short circuits, corrosion and other problems. സോൾഡർ മാസ്ക് അല്ലെങ്കിൽ സോൾഡർ സ്റ്റോപ്പ് മാസ്ക് അല്ലെങ്കിൽ സോൾഡർ റെസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു പോളിമർ തിൻ ലെയറാണ്. ഒരു തിൻ ലെയർ, പോളിമറിൻ്റെ ഒരു തിൻ ലെയറാണ്. അത് നമ്മൾ ആ കോപ്പർ ട്രേസിലേക്ക്, അതിൽ നമ്മൾ മാർക്ക് ചെയ്തുള്ള കോപ്പർ ട്രേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡിലെ ഒരു കോപ്പർ ബോർഡിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാം. ഫോർ പ്രൊട്ടക്ഷൻ, എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഓക്സിഡേഷൻ, അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട്, കൊറോഷൻ ആൻഡ് പിന്നെ അവിടെ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ PCB ബോർഡിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നത്, ഒരു കോട്ടിങ് കൊടുക്കുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു PCB ബോർഡിൻ്റെ മുകളിൽ ഗ്രീൻ കളറിലൊക്കെ ഉള്ള ഒരു കോട്ടിങ് ആണ്. സോൾഡർ തിൻ ലെയർ ഓഫ് പോളിമർ ആൻഡ് ടു പ്രിവെൻറ്റ് സോൾഡർ ബ്രിഡ്ജസ് ഫ്രം ക്ലോസ്ലി സ്പേസ്ഡ് സോൾഡർ പാഡ്സ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ ആ തിൻ ലെയർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് അവിടെ എന്തിനാണ്? പ്രിവെൻറ്റ് സോൾഡർ ബ്രിഡ്ജസ്. അവിടെ ഉണ്ടാകുന്ന സോൾഡർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഉണ്ടാകുന്ന കണക്ഷൻ ഫ്രം ക്ലോസ്ലി സ്പേസ്ഡ് സോൾഡർ പാഡ്. അവിടെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് കൊടുത്തുള്ള സോൾഡർ പാഡ്സിൽ നിന്നും സോൾഡർ ബ്രിഡ്ജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എ സോൾഡർ ബ്രിഡ്ജ് ഈസ് ആൻ അൺഇൻറ്റൻറ്റഡ് ഇലക്ട്രിക്കൽ കണക്ഷൻ. ഒരു സോൾഡർ ബ്രിഡ്ജ് എന്തായിരിക്കും? ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ ആയിരിക്കും. Solder mask is mostly green in color but is now available in many colors. സോൾഡർ മാസ്ക് സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് ഗ്രീൻ കളറിലുള്ളതാണ്, പക്ഷേ ഇന്ന് പല കളറിലുള്ളതും അവൈലബിൾ ആണ്. ഗ്രീൻ, മെറ്റ ഗ്രീൻ, റെഡ്, ബ്ലൂ, യെല്ലോ, വൈറ്റ്, ബ്ലാക്ക്, മെറ്റ ബ്ലാക്ക്. സാധാരണയായിട്ട് നമ്മൾ കൂടുതലായിട്ടും ഇപ്പോൾ ഓരോരുത്തരും കാണുന്നതും ഗ്രീൻ കളറിലുള്ള സോൾഡർ മാസ്ക് ആണ് കാണുന്നത്. അതുകൂടാതെ തന്നെ എന്താണ്, നമുക്ക് ഗ്രീന്, മാറ്റ് ഗ്രീന്, റെഡ്, ബ്ലൂ, യെല്ലോ, വൈറ്റ്, ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക് എന്നുള്ള തരത്തിലുള്ള എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ്. ഇതാണ് സോൾഡർ മാസ്ക്. ഇപ്പോൾ സോൾഡർ മാസ്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് സോൾഡർ മാസ്ക് എന്ന്. ഈ ഫിഗറിൽ നോക്കിയപ്പോൾ തന്നെ എന്താണ് കണ്ടോ, അവിടെ ആ PCB ബോർഡിൽ നമ്മൾ കൊടുക്കുന്ന ആ പ്രൊട്ടക്റ്റീവ് ലെയർ, ചെറിയൊരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോൾഡർ മാസ്ക്. ആ ഗ്രീൻ കളറിൽ ആ ട്രാക്കിലൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് സോൾഡർ മാസ്ക്. അതിനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. The lowest cost solder mask is epoxy liquid that is silkscreened through the pattern onto the PCB. ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിലുള്ളതാണ് എന്താണ്? എപ്പോക്സി ലിക്വിഡ്. അതർ ടൈപ്സ് ആർ ലിക്വിഡ് ഫോട്ടോ ഇമേജബിൾ സോൾഡർ മാസ്ക്. മറ്റേതുള്ളതാണ് ലിക്വിഡ് ഫോട്ടോ ഇമേജബിൾ സോൾഡർ മാസ്ക്, LPSM ഇങ്സ്. ഡ്രൈ ഫിലിം ഫോട്ടോ ഇമേജബിൾ സോൾഡർ മാസ്ക്, LPSM ഉണ്ട്, DFSM ഉണ്ട്. LPSM are silk screened and sprayed on the PCB, exposed to the pattern and developed to provide openings in the pattern for parts to be soldered on the copper parts. അവിടെ നമ്മൾ എന്താണ്, നമുക്ക് എവിടെയാണോ നമുക്ക് ഈ സോൾഡർ മാസ്ക് കൊടുക്കേണ്ടത് ആ പോർഷനിലേക്ക് നമ്മൾ എന്താ സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത്. DFSM is a vacuum laminated on the PCB then exposed and developed. DFSM എന്ന് പറയുന്നത് ഒരു വാക്യൂം ലാമിനേറ്റഡ് ആണ്. All three processes go through
എ തെർമൽ ക്യൂർ ആഫ്റ്റർ ദ പാറ്റേൺ ഈസ് ഡിഫൈൻഡ്. ഈ 3 തരത്തിലുള്ള പ്രോസസ്സും എപ്പോക്സി ആയാലും LPSM ആയാലും DFSM ആയാലും ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു തെർമൽ ക്യൂർ നടത്തണം. ആ പ്രോസസ്സ് കൊടുത്തിരിക്കുന്ന ആ കോട്ടിങ്ങിന് മുകളിൽ നമ്മൾ തെർമൽ പ്രോസസ്സ് ചെയ്തതിന് ശേഷം, തെർമൽ ക്യൂർ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ സോൾഡർ, ഇപ്പോൾ സോൾഡർ മാസ്ക് നമുക്കറിയാം, ഒരു സോൾഡറിങ്ങിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതിൽ കോപ്പറിൻ്റെ പുറത്ത് നമ്മളൊരു ചെറിയ വളരെ കനം കുറഞ്ഞ തരത്തിലുള്ള ഒരു മാസ്ക് കൊടുക്കുന്നതാണ് സോൾഡർ മാസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പിന്നെ സോൾഡർ ജോയിൻറ്റ്സ് ആണ്. എന്താണ് സോൾഡർ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ? The solder joints are very much important in construction of PCB. സോൾഡർ മാസ്ക് പോലെ തന്നെ സോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്ന ഒരു PCBയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇഫ് ദ സോൾഡർ ജോയിൻറ്റ്സ് ആർ പുവർ, സോൾഡർ ജോയിൻറ്റ് വളരെ മോശമാണെങ്കിൽ, ഇറ്റ് വിൽ കോസ് ദ എക്യുപ്മെൻറ്റ് ടു നോട്ട് ടു വർക്ക്. അവിടെ എക്യുപ്മെൻറ്റ് എന്തില്ല, വർക്ക് ചെയ്യില്ല. There is a possibility that the solder joint could fail intermittently. അവിടെ എന്തുണ്ടായിരിക്കും, ആ സോൾഡർ ജോയിൻറ്റിൽ ഒരു ഫെയിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ് വിൽ ഇൻട്രൊഡ്യൂസ് നോയ്സ് ടു ദി സർക്യൂട്ട്. അത് സർക്യൂട്ടിലൊരു നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായി. അപ്പോൾ സോൾഡർ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സോൾഡർ, 2 കമ്പോണൻസുകൾക്കിടയിൽ നമ്മൾ കൊടുക്കുന്ന അതാണ് സോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഈ സോൾഡർ ജോയിൻ്റ് വളരെ മോശമാണെങ്കിൽ എന്ത് ചെയ്യും, ആ എക്യുപ്മെൻറ്റിൻ്റെ വർക്കിനെ തന്നെ അത് ബാധിക്കും. അവിടെ എന്ത് ചെയ്യും, സോൾഡർ ഫെയിലിയർ ആവുകയും എന്താണ് അവിടെ നോയ്സ്, അതായത് ആ ഒരു എക്യുപ്മെൻറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യില്ല. ദ മെത്തേഡ് ഓഫ് സോൾഡർ ജോയിൻറ്റ്സ് ഓൺ PCB, അതായത് ഒരു PCBയിലെ സോൾഡർ ജോയിൻറ്റ് എങ്ങനെയായിരിക്കും, ഫിഗർ തന്നിരിക്കുന്നത് ഗുഡ് ജോയിൻറ്റും ബാഡ് ജോയിൻറ്റും. ഗുഡ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഒരു വോൾക്കാനോ ഷേപ്പാണ്. ബാഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ജോയിൻ്റാണ്. ആ ഫിഗർ നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ തന്നെ മനസ്സിലാക്കും. വോൾക്കാനോ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഒരു ഇതിലേക്ക് വരുമ്പോൾ, സെൻറ്ററിലേക്ക് വരുമ്പോൾ പോയിൻ്റ് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ അതിൻ്റെ ആ കമ്പോണൻറ്റിന് ലീഡുന്നത്. അതായത് കൂടാതെ അതൊരു ഷൈനി സോൾഡർ ആയിരിക്കും, നല്ല ഗ്ലേസിംഗ് ഉള്ള സോൾഡർ ആയിരിക്കും. അത് കോപ്പർ ട്രാക്കാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഷൈനി സോൾഡർ. അവിടെ എന്തായിരിക്കും, ഡൾ സോൾഡർ. ആ സോൾഡർ കറക്റ്റായിട്ടാണില്ല ഉണ്ടാകുന്നത്. അത് കമ്പൗണ്ടിലിടും, കമ്പൗണ്ട് എങ്ങനെയാണ്. അപ്പോൾ ഗുഡ് സോൾഡർ എങ്ങനെയും അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഡള്ളാകുമ്പോൾ അത്ര ഷൈനി ആയിരിക്കില്ല. ഇനി ഗുഡ് സോൾഡർ ജോയിൻറ്റ്, എങ്ങനെയാണ് ഒരു ഗുഡ് സോൾഡർ ജോയിൻ്റ് എന്ന്? മോസ്റ്റ് സോൾഡർ ജോയിൻറ്റ്സ് ആർ ഗുഡ് ആൻഡ് ഡു നോട്ട് കോസ് എനി പ്രോബ്ലംസ്. ഒരുവിധം എല്ലാ സോൾഡർ ജോയിൻറ്റ്സ് എന്തായിരിക്കും, ഗുഡായിരിക്കും. അത് കാരണം എന്തില്ല, അധികം പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. എ ഗുഡ് സോൾഡർ ജോയിൻറ്റ് വിൽ ഹാവ് എ ഷൈനി ഫിനിഷ് ടു ഇറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് ടു മച്ച് സോൾഡർ. ഒരു ഗുഡ് സോൾഡർ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സോൾഡർ, നമ്മൾ ചെയ്തൊരു വർക്ക് നല്ലൊരു സോൾഡർ വർക്കാണെങ്കിൽ എന്തായിരിക്കും, അതിന് ഷൈനി ഫിനിഷ് ആയിരിക്കും, നല്ലൊരു ഷൈനി ഫിനിഷ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് ടു മച്ച് സോൾഡർ, അതിന് കൂടുതൽ സോൾഡർ ഉണ്ടായിരിക്കില്ല. ദ കോണ്ടൂർ ഓഫ് ദി സോൾഡർ അറൗണ്ട് ദ ജോയിൻറ്റ് ഷുഡ് ബി സ്ലൈറ്റ്ലി കോൺകേവ്. അതിൻ്റെ കോണ്ടൂർ ഓഫ് ദി ആ സോൾഡറിൻ്റെ പുറംഭാഗം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, സ്ലൈറ്റ്ലി കോൺകേവ് ഷേപ്പിലായിരിക്കും അതിൻ്റെ ചുറ്റുഭാഗം എന്നാണ്. ഇനി ഇപ്പോൾ നല്ലൊരു സോൾഡർ ജോയിൻ്റ് ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, അവിടെ ഒരു ഷൈനി ഫിനിഷ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, അതിൻ്റെ കോണ്ടൂർ, ആ ചെയ്തിരിക്കുന്ന അതിൻ്റെ ഷേപ്പ് അവിടെ കോൺകേവായി മാറും. പുവർ സോൾഡർ ജോയിൻറ്റ്, വളരെ മോശമായിട്ടുള്ളൊരു സോൾഡർ ജോയിൻ്റ് ആണെങ്കിൽ ടു മച്ച് സോൾഡർ ഓൺ എ ജോയിൻറ്റ് മേ ലീഡ് ടു പുവർ ജോയിൻറ്റ്സ്. വളരെ കൂടുതൽ സോൾഡർ എന്തായിരിക്കും, ഒരു സോൾഡറിന് എന്താക്കി മാറ്റും, വളരെ മോശം സോൾഡറാക്കി മാറ്റും. അതായത് അത് നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വളരെ മോശമായിരിക്കും. അത് നെക്സ്റ്റ് ഉള്ള ലെയറിലേക്ക്, PCB ആ ലെയറിലേക്കൊക്കെ എന്ത് ചെയ്യും, അടുത്ത ട്രാക്കിലേക്കൊക്കെ അത് ആവും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും.
കണ്ടെന്തായിരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ എന്തായിരിക്കും ഓവറായിട്ട് നമ്മൾ സോൾഡർ കൊടുക്കുന്ന സമയത്തൊക്കെ അവിടെ എന്താണ് ഒരു പുവർ സോൾഡർ ജോയിൻ്റായിട്ട് മാറും. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് എക്സ്പീരിയൻസ് അനുസരിച്ച് അത് സോൾഡറാക്കി മാറ്റാൻ കഴിയും. ഇനി എക്സസ് സോൾഡർ ഓൺ ജോയിൻറ്റ്സ്, ഒരു ജോയിൻറ്റിൽ കൊടുക്കുന്ന എക്സസ് സോൾഡർ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള സോൾഡർ ഓൺ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്സ്. ഇഫ് ടു മച്ച് സോൾഡർ ഈസ് യൂസ്ഡ് ദെൻ ഇറ്റ് കുഡ് സ്പിൽ ഓവർ ഓൺ ടു അനദർ ട്രാക്ക് കോസിങ് എ ഷോർട്ട് സർക്യൂട്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ എന്താണ് എക്സസ് സോൾഡർ, അതായത് സോൾഡർ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അതൊന്നിച്ചെന്തിരിക്കും ആ ഒരു ലീഡിൽ നിങ്ങൾ നിൽക്കുകയോ അത് തൊട്ടടുത്ത് വരുന്ന ആ ട്രാക്കിലേക്ക് ആവുകയും അവിടെ ഷോർട്ട് സർക്യൂട്ടാണ് ചെയ്യും. അപ്പോൾ വളരെ കറക്റ്റായുള്ള സോൾഡറിങ് മാത്രം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഡ്രൈ ജോയിൻറ്റ്സ്. ഡ്രൈ ജോയിൻ്റ് എങ്ങനെയാണുള്ളത്? ഡ്രൈ ജോയിൻറ്റ്സ് ആർ ദ മെയിൻ പ്രോബ്ലം ഓഫ് സോൾഡർ ജോയിൻറ്റ്. ഡ്രൈ സോൾഡറാണ് ഒരു സോൾഡർ ജോയിൻ്റ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ദീസ് സോൾഡർ ജോയിൻറ്റ്സ് മേ ബി കംപ്ലീറ്റ്ലി ഓപ്പൺ സർക്യൂട്ട് ഓർ ദേ മേ ബി ഇൻ്റർമിറ്റൻറ്റ്, ഹൈ റെസിസ്റ്റൻസ് ഓർ നോയ്സി. ഒരു ഓപ്പൺ അല്ലെങ്കിൽ ഡ്രൈ ജോയിൻ്റ് എപ്പോഴും ഒരു ഓപ്പൺ ജോയിൻ്റ് ആയിരിക്കും. അതെന്ത് ചെയ്യും, അവിടെ ഹൈ റെസിസ്റ്റൻസും അതുപോലെ നോയ്സി ആയിട്ട് മാറും. Therefore, it is essential that no dry solder joints are present in any electronics equipment. ഡ്രൈ ജോയിൻ്റ് സോൾഡറിങ് ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യില്ല, ഉപയോഗിക്കില്ല. ഗുഡ് സോൾഡർ ജോയിൻറ്റ്സ് ആർ ഷൈനി whereas dry joints have a dull or matte finish. ഒരു ഗുഡ് സോൾഡർ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഷൈനി ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ് ഒരു ഡ്രൈ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡള്ളായിരിക്കും. ഇനി എന്താണ് ട്രാക്ക് എന്ന് പറയാൻ നമുക്കറിയാം എന്താണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്ന ആ ലൈന്, അതാണ് ട്രാക്ക് എന്ന് പറയുന്നത്. കോമൺലി ദർ ഈസ് നോ റെക്കമെൻഡഡ് സ്റ്റാൻഡേർഡ് ഫോർ എ ട്രാക്ക് സൈസ്. സാധാരണയായിട്ടൊരു ട്രാക്ക് സൈസ് നമ്മൾ ഒരു റെക്കമെൻഡഡ് സ്റ്റാൻഡേർഡ് സൈസ് പറയുന്നില്ല. സൈസ് ഓഫ് ട്രാക്ക് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഡിസൈൻ, ദ റൂട്ടിംഗ് സ്പേസ് ആൻഡ് ക്ലിയറൻസ്. ഇതിൽ നമ്മൾ ട്രാക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് അവിടെ നമ്മളുടെ റിക്വയർമെൻറ്റ് എന്താണോ, ആ ഡിസൈൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ചുള്ളൊരു ട്രാക്കാണ് ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട്. ആസ് എ ജനറൽ റൂൾ ബിഗ്ഗർ ദ ട്രാക്ക് വിഡ്ത്ത് ഈസ് ബെറ്റർ. നമ്മൾ സാധാരണയായിട്ടൊരു ജനറൽ റൂൾ പ്രകാരം ബിഗ്ഗർ ട്രാക്ക് ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഓരോ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിലും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ തരത്തിലായിരിക്കും ട്രാക്ക്, ഒരേപോലെ ഒന്നായിരിക്കില്ല. പല പോർഷനിലും സൈസ് കൂടിയിട്ടും പല പോർഷനിലും സൈസ് കുറഞ്ഞിട്ടൊക്കെ കാണാറുണ്ട് സാധാരണയായിട്ട്. ബിഗ്ഗർ ട്രാക്സ് ഹാവ് ലോവർ DC റെസിസ്റ്റൻസ്, ലോവർ ഇൻഡക്റ്റൻസ്, ക്യാൻ ബി ഈസിയർ ആൻഡ് ചീപ്പർ ഫോർ ദ മാനുഫാക്ചർ ടു ഇച്ച് ആൻഡ് ഓൾസോ ഈസിയർ ടു ഇൻസ്പെക്ട് ആൻഡ് റീവർക്ക്. അങ്ങനെ ഒരു ബിഗ്ഗർ ട്രാക്സ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അവിടെ എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്? ലോവർ DC റെസിസ്റ്റൻസ് ആയിരിക്കും, ലോവർ ഇൻഡക്റ്റൻസ് ആയിരിക്കും, അതുപോലെ തന്നെ വളരെ ചീപ്പാണ്, മാനുഫാക്ചർക്ക് ചീപ്പാണ് അവിടെ എച്ച് ചെയ്യാനും, അതുപോലെ തന്നെ എന്താണ് അവിടെ ചെക്ക് ചെയ്യാനും റീവർക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ദ ലോവർ ലിമിറ്റ് ഓഫ് ട്രാക്ക് വിഡ്ത്ത് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി ട്രാക്ക് ബാർ സ്പേസ് റെസൊല്യൂഷൻ. സാധാരണ നമ്മൾ ലോവർ ലിമിറ്റ് ട്രാക്ക് പറയുന്നത് ട്രാക്ക് ബാർ സ്പേസ് റെസൊല്യൂഷനാണ് പറയുന്നത്. IPC standard recommends 4 thou as being a lower limit. IPC സ്റ്റാൻഡേർഡ് പ്രകാരം 4 thou ആണ് എന്ത് പറയുന്നത്, ഒരു ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. എ thou ഈസ് 1/1000 of an inch. That is 1 thou is equal to 0.001 inch. അതായത് 1 thou എന്ന് പറയുന്നുണ്ടെങ്കിൽ 1 thou എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 0.001 ഇഞ്ചാണ്. അത്രയും വളരെ കുറഞ്ഞതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി പാഡ്സ്, നമുക്കറിയാം പാഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണെന്ന്. പാഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സോൾഡർ ചെയ്യുന്ന ആ ഏരിയ, അതാണ് പാഡ്സ് എന്ന് പറയുന്നത്. പാഡ് സൈസ്, ഷേപ്സ് ആൻഡ് ഡയമെൻഷൻസ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി കമ്പോണൻറ്റ് യൂസ്ഡ് ടു അസംബിൾ ദി ബോർഡ്. പാഡ് സൈസും അതുപോലെ ഷേപ്പ്, ഡയമെൻഷൻ എന്ന് പറയുന്നതൊക്കെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡിൽ അസംബിൾ ചെയ്യുന്ന കമ്പോണൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ നോൺ ആസ് ദ പാഡ് ഹോൾ റേഷ്യോ. അവിടെ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് പാഡ് ഹോൾ റേഷ്യോ. ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് ദ പാഡ് സൈസ് ടു ദി ഹോൾ സൈസ്.
ഇത് പാഡ് ഹോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ പാഡ് സൈസും ഹോൾ സൈസും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് പറയുന്നത്, പാഡ് ഹോൾ റേഷ്യോ എന്ന് പറയുന്നത്. ദ പാഡ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 1.8 ടൈംസ് ദി ഡയമീറ്റർ ഓഫ് ദി ഹോൾ. അവിടെ പാഡ് സൈസ് എന്ന് പറയുന്നത് 1.8 ടൈം ഹോൾ സൈസിനേക്കാളും 1.8 ടൈംസ് ഡയമീറ്റർ ആയിരിക്കും. ഓർ അറ്റ്ലീസ്റ്റ് 0.5 mm ലാർജർ. 0.5 mm ലാർജർ ആയിരിക്കണം പാഡ് സൈസ് എന്ന് പറയുന്നത്. Pads for components like resistors, capacitors and diodes should be around 72. അതായത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഡയോഡ് തുടങ്ങിയുള്ളതിൻ്റെയൊക്കെ പാഡ് സൈസ് എന്ന് പറഞ്ഞാൽ 70 തോയാണ്. ഡയമീറ്റർ ബീയിങ് കോമൺ, സാധാരണ കോമൺ ആയിട്ടാണ് ഒരേ ഡയമീറ്റർ. ഡ്യുവൽ ഇൻലൈൻ കമ്പോണൻസ് ലൈക്ക് ICs ആർ ഓവൽ ഷേപ്ഡ് പാഡ്സ്. മറ്റൊക്കെ റൗണ്ട് ഷേപ്പാണ്. നമ്മൾ ICs ഒക്കെ ഓവൽ ഷേപ്പ് പാഡ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോൾഡർ ചെയ്യുന്ന ആ ഏരിയ, അതാണ് ഇവിടെ പാഡ്സ് എന്ന് പറയുന്നത്. ആ ഹോളിന് ചുറ്റും വരുന്ന ഭാഗം നിങ്ങൾ PCB നോക്കിയാൽ കാണും, ഹോളിന് ചുറ്റും കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കും, അതാണ് പാഡ്സ് എന്ന് പറയുന്നത്. ഇനി പ്ലേറ്റഡ് ത്രൂ ഹോൾ. പ്ലേറ്റഡ് ത്രൂ ഹോൾ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഹോളിൻ്റെ ആ ഹോൾ നമ്മൾ എന്ത് ചെയ്യുക, മൗണ്ട് ചെയ്ത് വെക്കുന്നതാണ്. ത്രൂ ഹോൾ ടെക്നോളജി റെഫേഴ്സ് ദ മൗണ്ടിങ് സിസ്റ്റം യൂസ്ഡ് ഫോർ ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ് ഇൻസേർട്ടഡ് ഇൻ ടു ഹോൾസ് ഇൻ PCBs ആൻഡ് സോൾഡേർഡ് ടു പാഡ്സ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് എയ്തർ ബൈ മാനുവൽ അസംബ്ലി ഓർ ഓട്ടോമേറ്റഡ് ഇൻസേർഷൻ മൗണ്ട് മെഷീൻസ്. അപ്പോൾ പ്ലേറ്റഡ് ത്രൂ ഹോൾ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് PCBയിലേക്ക് ഹോൾ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുന്നതാണ് പ്ലേറ്റഡ് ത്രൂ ഹോൾ എന്ന് പറയുന്നത്. PCBs ആർ ഇനീഷ്യലി ഹാഡ് ട്രാക്സ് പ്രിൻറ്റഡ് ഓൺ വൺ സൈഡ്. ഈ PCB ട്രാക്ക് പ്രിൻറ്റ് ചെയ്യുന്നത് വൺ സൈഡിലാണ്, ഒരു സൈഡ് സോൾഡർ ചെയ്യും, ഒരു സൈഡിൽ പ്രിൻറ്റ് ചെയ്യും. പ്ലേറ്റഡ് ത്രൂ ഹോൾസ് ആർ യൂസ്ഡ് ടു മേക്ക് ദ കമ്പോണൻറ്റ്സ് കോണ്ടാക്ട് വിത്ത് റിക്വയർഡ് കണ്ടക്റ്റീവ് ലെയേഴ്സ് ആൻഡ് മേക്കിംഗ് ഇൻ്റർ കണക്ഷൻ ബിറ്റ്വീൻ ദി ലെയേഴ്സ് കോൾഡ് വയർസ്. അവിടെ ആ ഇൻ്റർ കണക്ഷൻ ബിറ്റ്വീൻ ആ ലെയർ തമ്മിൽ ഇൻ്റർ കണക്ഷൻ പറയുന്ന പേരാണ് വയർസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റഡ് ത്രൂ ഹോള് പാഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ PCB നമ്മൾ സോൾഡർ ചെയ്യുന്ന ഏരിയ, അതാണ് പാഡ്സ് എന്ന് പറയുന്നത്. ട്രാക്ക് എന്ന് പറഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന കണക്ഷനാണ് ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും എന്താണ് റീവർക്ക്, റിപ്പയറിംഗ്, അതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ ഭാഗമൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.